ദൈവഭക്തൻ്റെയും ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും ഒക്കെ ഉണ്ട്. എന്നാൽ എല്ലാ പ്രതിസന്ധികളെയും പ്രാർത്ഥിക്കുന്ന ഒരു ദൈവപൈതൽ അതിജീവിക്കും. എല്ലാ പ്രതിസന്ധികളെയും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവപൈതൽ അതിജീവിക്കും. നമുക്കൊരു അല്പസമയത്തെ ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. യെശയ്യാ പ്രവചനം 43-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിൻ്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി കടന്നാൽ വെന്തുപോകുകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. നിൻ്റെ ദൈവവും ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ യഹോവ എന്ന ഞാൻ നിൻ്റെ രക്ഷകൻ. ഇത് യാക്കോബിനെക്കുറിച്ച് അല്ലെങ്കിൽ ഇസ്രായേലിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഇങ്ങനെ പറയുന്നു, യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട. നമ്മൾ പലപ്പോഴും പല വിഷയത്തിൻ്റെയും നടുവിലും പല വിഷയത്തിൻ്റെയും മുൻപിലും ഭയപ്പെട്ടു പോകുന്നവരാണ്. ഒരുപക്ഷെ രോഗത്തിൻ്റെ മുൻപിൽ, സാമ്പത്തികമായ കടഭാരത്തിൻ്റെ മുൻപിൽ, തലമുറകൾക്ക് വരുന്ന പ്രതിസന്ധിയുടെ മുൻപിൽ, നാം അഭിമുഖീകരിക്കുന്ന ജോലി സംബന്ധമായ പ്രശ്നങ്ങളുടെ നടുവിൽ പലപ്പോഴും നമ്മൾ ഭയപ്പെട്ടു പോകുന്നവരാണ്, നമ്മൾ ക്ഷീണിച്ചു പോകുന്നവരാണ്. എന്നാൽ കർത്താവ് പറയുന്നു, യാക്കോബിനോട് ദൈവം പറയുന്നു, ഞാൻ നിന്നെ സൃഷ്ടിച്ചവനാണ്, ഞാൻ നിന്നെ നിർമ്മിച്ചവനാണ്. അതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ദൈവത്തിനൊരു പ്ലാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ദൈവം പറയുന്നു, നീ വെള്ളത്തിൽ കൂടി കടക്കും, പക്ഷേ വെള്ളം നിന്നെ മുക്കുകയില്ല. കാരണം വെള്ളത്തിന് യാക്കോബിനെ മുക്കിക്കളയാതിരിക്കുന്നത് ആ വെള്ളത്തിൽ, ആ പ്രതിസന്ധിയിൽ കൂടെ ഇരിക്കുന്നൊരു ദൈവം. വെള്ളത്തിൽ കൂടി കടക്കും എന്ന് പറഞ്ഞാൽ പ്രതിസന്ധിയിൽ നീ അകപ്പെട്ടു പോകത്തില്ല, അതിനെ നീ അതിജീവിക്കും. പ്രതിസന്ധിയെ നാം അതിജീവിക്കും. ഇന്ന് പകർക്ക് പറയാൻ കഴിയും, ഞാൻ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയെ, ആ പ്രതിസന്ധിക്കകത്ത് ഞാൻ ഒതുങ്ങിപ്പോകത്തില്ല, ആ പ്രതിസന്ധിയെ ഞാൻ അതിജീവിക്കും. ആ രോഗത്തെ ഞാൻ അതിജീവിക്കും, ആ കടഭാരത്തെ ഞാൻ അതിജീവിക്കും. എൻ്റെ നേർക്ക് വരുന്ന എല്ലാ പ്രതിസന്ധികളെയും ഞാൻ അതിജീവിക്കും. കാരണം എന്നോട് കൂടെ ഇരിക്കുന്ന വിട്ടുപിരിയാത്ത ഒരു ദൈവ സാന്നിധ്യമുണ്ട്. എൻ്റെ കഴിവല്ല, എൻ്റെ ആരോഗ്യമല്ല, എൻ്റെ ബലമല്ല, എൻ്റെ ശക്തിയല്ല, ഈ പ്രതിസന്ധിക്കകത്ത് എന്നോട് കൂടെ ഇരിക്കുന്നൊരു ദൈവം. ഇന്നലകളിൽ ഹല്ലേലൂയ നമ്മെ കളയാവുന്ന, നമ്മെ തകർത്ത് കളയാവുന്ന, നമ്മെ തുടച്ചു മാറ്റാവുന്ന ഒത്തിരി പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ നാം നിന്നത് ഹല്ലേലൂയ നമ്മുടെ ശക്തിയോ കഴിവോ ഒന്നുമല്ല, കൂടെയിരുന്ന, പ്രതിസന്ധിക്കകത്ത് നമ്മോട് കൂടെ ഇരുന്ന ഒരു ദൈവ സാന്നിധ്യം, പ്രതിസന്ധിക്കകത്ത് നമ്മെ കരം പിടിച്ച ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ, ആ സാന്നിധ്യം ഇന്നും കുറഞ്ഞു പോയിട്ടില്ല. ഈ പകലും ഹല്ലേലൂയ നാം അഭിമുഖീകരിക്കുന്ന വിഷയത്തിൻ്റെ നടുവിൽ പ്രതിസന്ധിക്കകത്ത് കൂടെ ഇരിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. എന്നിട്ട് പറയുന്നു, വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ നദി കൂടി കടക്കുമ്പോൾ അവ നിൻ്റെ മീതെ കവിയുകയില്ല എന്ന് പറഞ്ഞാൽ പ്രതിസന്ധി നിന്നെ തോൽപ്പിച്ച് കളയുകയില്ല. പ്രതിസന്ധിയെ നീ അതിജീവിക്കും, വെല്ലുവിളികളെ അതിജീവിക്കും. ആ പ്രതിസന്ധി നിന്നെ ഹല്ലേലൂയ സ്തോത്രം തകർത്ത് കളയാതെ അതിനെ അതിജീവിക്കും. വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ അവ നിൻ്റെ മീതെ കവിയുകയില്ല. അവ നദിയിൽ കൂടി കടക്കും, എന്നാൽ അവ നിൻ്റെ മീതെ കവിയുകയില്ല.
പ്രശ്നങ്ങൾ വരികയില്ലെന്നല്ല, പ്രതിസന്ധികൾ വരികയില്ലെന്നല്ല. ആ പ്രതിസന്ധി നമ്മുടെ പ്രാണനെ അപഹരിച്ച് കളയുവാൻ ഇടവരികയില്ല. രോഗങ്ങൾ നമ്മുടെ പ്രാണനെ അപഹരിച്ച് കളയുവാൻ ഇടവരികയില്ല. കാരണം നമ്മെ വിളിച്ച ഒരു ദൈവമുണ്ട്, നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. എന്നിട്ട് കർത്താവോട് ദൈവവചനത്തിൽ ഇവിടെ പറയുന്നു, നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല. തീയിൽ കൂടി കടന്നു പോയാൽ വെന്തു പോകുകയില്ലെന്നൊരു ആശ്ചര്യമാണ്, ഒരു അത്ഭുതമാണ്. സ്തോത്രം. തീയിൽ കൂടി കടന്നാൽ വെന്തു പോകുകയില്ലെന്ന് പറയുന്നത് ഒരു വലിയ അത്ഭുതമാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ആ തീയുടെ നടുവിലും ഹല്ലേലൂയ സ്തോത്രം ഒരു പോറൽ പോലും ഏശാതെ നമ്മെ വിടുവിക്കുന്ന ദൈവം. ഹല്ലേലൂയ. നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ തീച്ചുളയിലേക്ക് വലിച്ചെറിയുവാനിടയായി തീർന്നു. എന്നാൽ ഹല്ലേലൂയ ആ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിനെ തീച്ചുളയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, അവിടെ ദാനിയേലിൻ്റെ പ്രവചന പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, തീയുടെ മണം പോലും ഏശാതെ, അവരുടെ കാൽച്ചട്ടയ്ക്ക് കേടുവരാതെ ഹല്ലേലൂയ ഭക്തനായ ദൈവമക്കളെ ദൈവം വിടുവിക്കുവാനിടയായി തീർന്നു. ഇത് ഇസ്രായേൽ മക്കളെക്കുറിച്ചുള്ള വാഗ്ദത്തമാണ് ഈ പറയുന്നത്. വെള്ളത്തിൽ കൂടി കടക്കും ഇസ്രായേൽ മക്കൾ മുന്നോട്ട് വാഗ്ദത്ത ദേശത്തിലേക്ക് ഹല്ലേലൂയ സ്തോത്രം കാൽച്ചുവട് എടുത്തു വെച്ചപ്പോൾ ഹല്ലേലൂയ അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധി കടന്നു വന്നു. മുമ്പിൽ ചെങ്കടൽ, പുറകിലും ഫറവോനും സൈന്യം. എന്നാൽ എൻ്റെ ദൈവം പറഞ്ഞു, മോശയോട് ദൈവം പറയുവാനിടയായി തീർന്നു, നീ ഹല്ലേലൂയ മുന്നോട്ട് സ്റ്റെപ്പ് എടുത്തു വെക്ക്, നിൻ്റെ കാൽച്ചുവട് എടുത്തു വെക്കെന്ന് മോശയോട് പറഞ്ഞു. ആ ഹല്ലേലൂയ സ്തോത്രം ചെങ്കടലിൻ്റെ നടുവിൽ മോശ കാല് എടുത്തു വെച്ചപ്പോൾ അതിൻ്റെ നടുവിൽ ചെങ്കടലിനെ രണ്ടായി വിഭാഗിച്ച് ചെങ്കടലിനെ രണ്ട് മതിലാക്കി നിർത്തി അതിൻ്റെ നടുവിലൂടെ അക്കരെ കടത്തിയൊരു ദൈവം. ഈ ദൈവം ഈ പകൽക്കാലവും നമുക്ക് വേണ്ടി ജീവിക്കുന്ന ദൈവമാണ്. അക്കരെ കടത്തുകയില്ല, വാഗ്ദത്തത്തിലെത്തിക്കുകയില്ല, നിന്നെ തോൽപ്പിച്ച് കളയും, ലക്ഷ്യത്തിലെത്തിച്ചേരുകയില്ലെന്ന് പറഞ്ഞ് നമ്മെ ഹല്ലേലൂയ എതിരായി പ്രതിസന്ധികൾ നമ്മെ വെല്ലുവിളിക്കുമ്പോൾ ഈ പകൽക്കാലം സ്തോത്രം ആ വെല്ലുവിളിയുടെ നടുവിൽ നമ്മെ അക്കരെ എത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. തീയിൽ കൂടി കടന്നാൽ തീ നിന്നെ വെന്തുപോകുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. ഹല്ലേലൂയ. നിന്റെ ദൈവം ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകൻ. ഹല്ലേലൂയ. ഈ പ്രതിസന്ധിക്കകത്ത് നാമല്ല യുദ്ധം ചെയ്യുന്നത്, നാം ഒറ്റയ്ക്കല്ല, നാമല്ല അതിനെ അതിജീവിക്കുന്നത്. അതിൻ്റെ മുൻപിൽ സർവശക്തനായ ദൈവം നമുക്കുണ്ട്. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രതിസന്ധികൾ കടന്നു വരാം, വെല്ലുവിളികൾ കടന്നു വരാം. ഈ പകൽക്കാലം പറ, ഈ പ്രതിസന്ധിയെയും ഞാൻ അതിജീവിക്കും. ഈ എൻ്റെ ജീവിതത്തിൽ പ്രസൻറ്റ് സിറ്റുവേഷനിൽ കടന്നു വരുന്ന ഈ പ്രതിസന്ധിയെ ഞാൻ അതിജീവിക്കും. എൻ്റെ കൃപയല്ല, എൻ്റെ കഴിവിലല്ല, ഞാൻ പ്രതിസന്ധിയെ അതിജീവിക്കും. ആ ദൈവം എന്നോട് കൂടെയുണ്ട്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അടിവരയിടുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.